ഇന്ത്യക്ക് ഇനിയിപ്പോൾ വേറൊരു ടീമിനെ ഇനി പരീക്ഷിച്ച് നോക്കണ്ടോ, ഇനി ഒന്ന് കളിപ്പിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമായി അവിടെ മാത്രമാണ് ഇന്ത്യക്ക് പിഴവ് പറ്റിയിട്ടുള്ളതെന്നാണ്. ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്താൻ ഒരു ടൂർണമെൻറ്റിൽ ഒരു ടീം എത്രമാത്രം സഞ്ചരിക്കണം. കൂടി വന്നാൽ ഒരു 2 മത്സരം അല്ലെങ്കിൽ 3 മത്സരം വരെ പോകാം. ഇന്ത്യക്ക് ഒരു വിന്നിംഗ് കോമ്പിനേഷനെ കണ്ടെത്താൻ 6 മത്സരം വേണ്ടി ആദ്യ മൊത്തം പരീക്ഷണം നടത്തി കഴിഞ്ഞു. അതെന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ഒരു പക്ഷേ ഈ ടൂർണമെൻറ്റിന് ശേഷം വിശകലനം ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ തന്നെ അറിയാമെങ്കിൽ പോലും ഈ ടൂർണമെൻറ്റിന് ശേഷം വിശകലനം ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ എന്തായാലും റൈറ്റ് ടൈമിൽ നല്ല തീരുമാനങ്ങൾ വരുന്നുണ്ട്, അത് സെറ്റാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ടീമിനെ അഴിച്ചു പണിയാൻ പോയാൽ ആരാധകർ കല്ലെടുക്കുമെന്നാണ് എനിക്ക് പറയാം. ഒട്ടേറെ പേര് ഈ വിമർശനങ്ങളും മറ്റുമൊക്കെ പറയുന്നുണ്ടായത്. ഇപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോമിനെ സംബന്ധിച്ചാണ്, അദ്ദേഹം ഒരുപാട് കളികൾ നമുക്ക് ഒരു നിരാശപ്പെടുത്തിയ പ്രകടനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫാഫ് ഡുപ്ലസിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മറ്റേ എതിർ ടീമിൻ്റെ തന്ത്രങ്ങളിൽ അവരുടെ കെണികളിൽ വീണ് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ അഭിഷേക് ശ്രമിക്കേണ്ടതുണ്ടെന്ന് ഫാഫ് ഡുപ്ലസി പറയുന്നുണ്ട്. അപ്പോൾ അതിന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ഇന്ന് അതിനു വേണ്ടിയുള്ള ഇന്നിങ്സ് കളിച്ചു. ആ ഒരു രീതിയിൽ അദ്ദേഹം ഇന്നൊരു 50 നേടുമ്പോൾ അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ സഞ്ജു കളിക്കുമ്പോൾ സഞ്ജുവും അഭിഷേകും നല്ലൊരു ഓപ്പണിങ്. സഞ്ജു നമ്മൾ പ്രതീക്ഷിച്ച റണ്ണിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചു ഒരു പക്ഷേ വലിയൊരു സ്കോറിലേക്ക് അദ്ദേഹം പോയി കൂടായികയില്ല എന്ന് പ്രതീക്ഷിച്ചു. എങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. പക്ഷേ 24 റൺസ് അദ്ദേഹം എടുത്തുവെങ്കിലും അത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ചിലപ്പോൾ അതിന് മുകളിലേക്ക് ഒരു 30+ എങ്കിലും ഇന്നെത്തിയിരുന്നെങ്കിൽ അത് അടുത്ത മത്സരം ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിന്നൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരുന്നു. ആ ഓപ്പണിംഗിൽ സഞ്ജുവിനോടൊപ്പം കളിക്കുമ്പോൾ അഭിഷേകിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ. സ്വാഭാവികമായിട്ടും അഭിഷേക് ആദ്യ പന്ത് ഫേസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച തുടക്കം ടീമിന് നൽകുക എന്നുള്ള പ്രഷറാണ്. സഞ്ജുവിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ തന്നെയാണ് ടീം ഉറ്റുനോക്കുന്നത്. അതുകൂടി ആയിരുന്നു ഒരു പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിൽ സമാനമായ സമ്മർദ്ദം സഞ്ജുവിനുണ്ട്. പക്ഷേ സഞ്ജുവിന്റെ സമീപനം അതാണ് നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയേണ്ടത്. സഞ്ജുവിന്റെ സമീപനത്തെ നമ്മൾ ഇന്ന് അത് ചിലപ്പോൾ ടീം ഏൽപ്പിച്ച ദൗത്യം തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹം അത് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ്. ഗ്രൗണ്ടിൽ ബാറ്റുമായി വന്ന അദ്ദേഹത്തിന്റെ ചുമതല എന്താണോ അത് പൊട്ടിത്തെറിക്കുന്നു, അത് ടീമിന് ഗുണകരമാകുന്നു എന്നുള്ളത്. പിന്നെ മറിച്ച് അഭിഷേക് ശർമ്മയുടെ ഇന്നത്തെ അദ്ദേഹം സ്വീകരിച്ച തന്ത്രം കൂടി നമ്മൾ കളത്തിൽ സ്വീകരിച്ച തന്ത്രം കൂടി എടുത്തുകളാണ്. സാധാരണ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം അദ്ദേഹം ഓഫ് സൈഡുകളിലാണ് അദ്ദേഹം കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഓഫ് സൈഡിലൊക്കെ കളിക്കുന്നു, കട്ടുകളും ഷോട്ട്സ് കവർ ഡ്രൈവുകളും ചെയ്ത് കളിക്കുന്നു, സ്കോർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ചാർട്ട് എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം കൂടുതൽ റൺ സ്കോർ ചെയ്തിരിക്കുന്നത് വി ഏരിയയിലേക്കാണ്. അതായത് ഏതാണ്ട് ഒരു മിഡ് വിക്കറ്റ് മുതൽ ഒരു കവർ വരെ വരുന്ന ഒരു ഏരിയ, ആ ഒരു വിക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കൂടുതൽ റൺസ് കളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് 22% ഷോട്ടുകൾ ഓഫ് സൈഡിലും ബാക്കിയുള്ളത് വന്നേക്കുന്നത് ലെഗ് സൈഡിലുമാണ്. അതായത് ലോങ് ഓണിനും ലോങ് ഓഫിനും ഇടയിലുള്ള ആ ഒരു ഏരിയയിലാണ് അദ്ദേഹം കൂടുതൽ റൺസ് സ്കോർ ചെയ്തേക്കുന്നുള്ളത്. അതായത് പന്തിനെ അതിൻ്റെ ലൈനിൽ കളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം.